ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നിക്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2024 ഞങ്ങളുടെ ചർച്ചിലത്തെ ഓണാഘോഷമാണ്. അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തലേദിവസം തന്നെ ഞങ്ങൾ എല്ലാവരും പൂക്കളൊക്കെ പിച്ചി സെപ്പറേറ്റ് ചെയ്തിടുകയാണ്. അതോടൊപ്പം ഇലകളും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഓണപ്പൂക്കളം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്ന ജോലിയാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ തിരുവാതിരയുണ്ട്. തിരുവാതിര ഗ്രൂപ്പ് തന്നെയാണ് ഈ ഓണത്തിൻ്റെ പൂക്കളവും എല്ലാം ഒരുക്കിയിരുന്നത്. പിന്നെ ഞങ്ങൾ തിരുവാതിര പഠിച്ചത് യൂട്യൂബിൽ നോക്കി തന്നെയാണ്. അതിലത്തെ പാട്ടും അതിലത്തെ തന്നെ സ്റ്റെപ്സുകളും തന്നെയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ എടുത്ത് കളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് നേരം ഞാൻ ഈ ബ്ലാ ബ്ലാ പറയുന്നില്ല, കാരണം അവിടെ ഉണ്ടാകുന്ന ആ പാട്ടും ഡാൻസും അതേപോലെ തന്നെ ഞാൻ ഇടുകയാണ്. എന്തായാലും കോപ്പിറൈറ്റ് വരും. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അതുപോലെ തന്നെ അങ്ങ് ഇടാണ്. ഒരുപാട് വീഡിയോസിൽ എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ ഈ പാട്ടും ഡാൻസും അതെല്ലാം ഞാൻ അതുപോലെ തന്നെ ഇടാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക. ഓണാഘോഷം 2 പാർട്ടായിട്ട് ഞാൻ ഇടാം, കാരണം ഒരുപാട് നേരമുണ്ട്. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട്. അടുത്ത് തന്നെ ആ വീഡിയോയും കൂടിയും വരും കേട്ടോ. ഇതുപോലെ ഒരു ആഘോഷം നടത്താമെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിന് ഒരുപാട് പേരുടെ സഹായവും സഹകരണവും വേണം. അതായത് ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി എല്ലാം വേണം. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നത്. ഞങ്ങൾ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പരിപാടി നടക്കുന്ന ഹാളിലാണ് പൂക്കളം ഇടുന്നത്. അത് നല്ലൊരു ഡിസൈനിൽ പൂക്കളം ഇട്ട് തന്നിട്ടുണ്ട്. ഡിസൈൻ ചെയ്തത് സ്റ്റെഫിയാണ്. സ്റ്റെഫിക്ക് ബിഗ് സല്യൂട്ട്. അത്രയും നന്നായിട്ട് ആ കുട്ടി അത് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു സൈഡിൽ പൂക്കളം ഇടുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ പൂക്കളത്തിന് വേണ്ടുന്ന രീതിയിൽ പൂക്കളം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തൊരു കൂട്ടം ഇരുന്നിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ ആകുന്നത് പേപ്പറിൽ പരത്തി ഇടുന്നുണ്ട്, അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും. ഈ ഒരു പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോയിരുന്നു. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോളിൽ ഞങ്ങളുടെ പള്ളിക്കകത്ത് ഓൾട്ടർ ഏരിയയിൽ ഇട്ട പൂക്കളത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റു കുട്ടികളൊക്കെ എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ആ ഒരു കുഞ്ഞു ക്ലിപ്പ് മാത്രം ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ഓൾട്ടർ ഏരിയയിൽ ഇട്ട പൂക്കളാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടത്. ഇനിയുള്ളത് സെപ്റ്റംബർ 29-ാം തീയതി ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയാണ്. നിങ്ങൾ കണ്ടു നോക്കാം. പക്ഷെ അതെല്ലാം ആ മഹാബലി വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടായിരിക്കണം വരേണ്ടത്. ഏറ്റവും മഹത്തായ ബലിയാണ് അന്ന് കാൽവരിയിൽ നടന്നത്. ദൈവം സ്വയം നമ്മൾക്കായിട്ട് ബലിയർപ്പിച്ച ആ വലിയ ബലി, അതിലൂടെ നമ്മൾ എല്ലാ സന്തോഷത്തിനും അർഹരായിട്ട് മാറുകയായിരുന്നു. അതോടൊപ്പം ഇപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഓണം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ഒരു ആഘോഷമാണ്. കർക്കിടകത്തിന്റെ ആ തോരാ മഴപ്പെയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പൊൻവെയിൽ തെളിയുന്ന സന്തോഷത്തിന്റെ ആ അവസരത്തിലേക്ക് നമ്മൾ പ്രത്യാശയോടെ പ്രവേശിക്കുന്നു. സമൃദ്ധി ആഘോഷിക്കുന്ന ഉത്സവം, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ എല്ലാം ആഘോഷമാണ് ഓണം. അപ്പൊ നമ്മളിവിടെ ഹോളി റോസറി ചർച്ചിലെ ഓണം 2024 നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പാരിഷ് പ്രീസ്റ്റ് മരിയപ്പ ഇവിടെയുണ്ട്, സിസ്റ്റർ ലളിതയുണ്ട്, മദർ മേബിളുണ്ട്, സിസ്റ്റർ റാണിയുണ്ട്. ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഇവരെ പ്രത്യേകം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊയർ തന്നെ ഒരു ഗാനാലാപത്തോടെ ഈശ്വര പ്രാർത്ഥന ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഞാൻ നമ്മുടെ ഡിഗ്നിറ്ററീസിനെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. സിസ്റ്റർ റാണി, മദർ മേബിൾ, സിസ്റ്റർ ലളിത, ഫാദർ മറിയപ്പ, പ്ലീസ് ഡു കം. No
ഇതുണ്ടാക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി ചേച്ചീസ് ആൻഡ് ചേട്ടൻസ് ഇങ്ങനെ അവരുടെ ഇനിഷ്യേറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഇവന്റ് ഇവിടെ നടക്കില്ലായിരുന്നു. ഞാൻ ഹൃദയപൂർവ്വം നമ്മുടെ ചേച്ചീസിനും ചേട്ടൻസിനും ഈ പൂക്കളം ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നമ്മുടെ ശുഭകരമായ എല്ലാ കാര്യങ്ങളുടെയും തുടക്കം നമ്മൾ ദീപം തെളിച്ചാണ് ചെയ്യാറുള്ളത്. അത് നമ്മുടെ ഒരു മഹത്തായ ട്രഡീഷൻ. തമസോമ ജ്യോതിർഗമയ എന്ന ആശീർവാദ സംസ്കാരത്തിന്റെ ചുവട് പിടിച്ച് നമുക്കും നമ്മുടെ ഈ ഓണാഘോഷത്തെ തുടക്കം നമ്മുടെ വികാരിയച്ഛനും സിസ്റ്റേഴ്സും ചേർന്ന് ദീപം തെളിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ശ്രീ ജോയ് മെൻഡസ് ആൻഡ് ജോയ് ഫെർണാണ്ടസ് ഇവരെ കൂടി ഞാൻ ഈ ശുഭമുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം.
തിരുവാതിര എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നേ? ഒരുപാട് ദിവസത്തെ പ്രാക്ടീസിന്റെ ഫലമാണ് കേട്ടോ. പിന്നെ അതിൽ ഗ്രാൻഡ് മദേഴ്സ് തുടങ്ങി കോളേജ് സ്റ്റുഡൻസ് വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുവരെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാത്ത ആൾക്കാരും ഉണ്ട്. എല്ലാവരും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് അങ്ങനെ ഒരു തിരുവാതിര ഞങ്ങൾ ആക്കി എടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഒരു ഭാഗത്ത് സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്കുള്ളവർക്ക് കഴിച്ചു പോവുകയും ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ചേട്ടന്മാരാണെങ്കിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ഡാൻസ് കാണാം ഇനി. അതിൻ്റെ ഇടയിൽ പാട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങും അതുപോലെ ഒരു ഡാൻസുമാണ്. നമുക്കിനി അത് പോയി കണ്ടിട്ട് വരാം. എല്ലാവർക്കും മാവേലിയുടെ ഓണാശംസകൾ നേർന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്വരത്തിന്റെ ഉടമയാണ് ജോയി. ജോയി കാഴ്ച എന്ന സിനിമയിലെ കുട്ടനാടൻ കായലിലെ എന്നുള്ള ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു.